സ്ത്രീ എഴുത്തുകാരികളുടെ പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിക്കുന്ന ശീലമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ വായിച്ച കൂട്ടത്തിൽ എനിക്ക് ഗംഭീരമായി തോന്നിയിട്ടുള്ള 3 എഴുത്തുകാരികളുണ്ട്. അപ്പോൾ ആദ്യത്തെ എഴുത്തുകാരി എന്ന് പറയുന്നത് റഷ്യൻ എഴുത്തുകാരിയായിട്ടുള്ള അയൺ റാൻഡ് എന്ന് പറയുന്ന ഈ എഴുത്തുകാരിയാണ്. ഈ പുള്ളിക്കാരത്തിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ചിട്ടോ ചിന്തകളെ കുറിച്ചിട്ടോ ഒന്നും തന്നെ വലിയ ധാരണയില്ലാതെ ഈ പുള്ളിക്കാരത്തെ പുസ്തകം വായിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യുക വലിച്ചെറിയുക എന്നുള്ളതാണ്. കാരണം ആ രീതിയിലുള്ള ചിന്തകളാണ് ലോകത്തോട് ഈ പുള്ളിക്കാരത്തെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. പിന്നെയുള്ള പുസ്തകം എന്ന് പറയുന്നത് പിന്നെയുള്ള എഴുത്തുകാരി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അരുന്ധതി റോയിയാണ്. അരുന്ധതി റോയിയുടെ ഈ പുസ്തകത്തിലെ ഒരു ചിന്തയാണ് എന്നെ ഈ പുള്ളിക്കാരത്തിയുടെ ഒരു വലിയൊരു ആരാധകനാക്കി, അല്ലെങ്കിൽ ഈ പുള്ളിക്കാരത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് റൈറ്ററാക്കി മാറ്റിയിട്ടുള്ളത്. അതായത് നമ്മുടെ ചില ശീലങ്ങളാണ് നമ്മളെ പല നല്ല കാര്യങ്ങളെന്നല്ല എന്ത് കാര്യം ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ശീലങ്ങളാണ് അത് തടസ്സപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിലൊരു കാര്യം പറയുന്നുണ്ട്. അത് ഈ പുസ്തകത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വലിയൊരു പാഠമാണ്. പിന്നീടുള്ളത് ലജ്ജ എന്ന് പറയുന്ന ഒരു നോവൽ എഴുതിയിട്ടുള്ള തസ്ലിമ നസ്രി എന്ന് പറയുന്ന ഒരു പവർഫുൾ റൈറ്റർ. ഈ പുള്ളിക്കാരത്തിലെ ഈ ഒറ്റ പുസ്തകം വായിച്ചാൽ മതി ഈ പുള്ളിക്കാരത്തെ വ്യക്തി ജീവിതത്തിലെ ധൈര്യവും അതുപോലെ തന്നെ ഈ പുള്ളിക്കാരത്തെ എഴുത്തിന്റെ ശക്തിയൊക്കെ മനസ്സിലാക്കാൻ. അതായത് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് സ്വന്തം ജീവിതം പണയം വെച്ച് എഴുതിയ രാഷ്ട്രീയ നോവൽ. ശരിയാണ്, അക്ഷരാർത്ഥത്തിൽ ഈ പുള്ളിക്കാരത്തിലെ ഈ നോവൽ ആ രീതിയിലുള്ള നോവലാണ്. ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ 3 പേരാണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ത്രീ എഴുത്തുകാര്.